കഥ പറയട്ടെ. പാതിരാത്രി കോരി ചൊരിയുന്ന മഴ. ബൈക്ക് യാത്രക്കാരായ ദമ്പതിമാരുടെ ബൈക്ക് പെട്ടെന്ന് ഗട്ടറിൽ ചാടി പഞ്ചറാവുന്നു. ചുറ്റും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. സഹായത്തിനായി ആരെങ്കിലും ഒക്കെ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷം. പെട്ടെന്ന് ദൈവദൂതനെ പോലെ സഹായത്തിനായി ഒരാൾ എത്തുകയാണ്. കേൾക്കുമ്പോൾ ഭയങ്കര ഫാന്റസി ഒക്കെ തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഈ സംഭവം യാഥാർത്ഥ്യമായിരിക്കുകയാണ് കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി ഗോകുലിന്റെയും മഹദിൻ ഗ്രാൻഡ് മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം അഷ്കർ സഅദിയുടെയും ജീവിതത്തിൽ. രണ്ടുപേരിൽ മാത്രം ഒതുങ്ങേണ്ടിയിരുന്ന ഈ സംഭവത്തെ ലോകത്തിന് മുന്നിൽ എത്തിച്ചത് മഹദിൻ പബ്ലിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റായ ഉറവ എഡിറ്റർ കൂടിയായ റിദ്വാൻ അബൂബക്കർ അക്കോഡിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. വൈറലായ ആ കുറിപ്പിലേക്കും അവരുടെ ജീവിതത്തിലേക്കും. സസ്പെൻസ് ത്രില്ലർ നോവൽ വായിക്കുന്ന അനുഭൂതിയോടെയാണ് ഗോകുലിന്റെയും അഷ്കർ സഅദിയുടെയും അനുഭവകഥ വായിച്ചു തീർക്കാനാകുക. രാത്രിയിൽ മഴയത്ത് വാഹനം കേടായ സഅദിയെയും ഭാര്യയെയും രക്ഷപ്പെടുത്തുന്ന ഗോകുൽ എന്ന മനുഷ്യസ്നേഹിയുടെ ഹൃദയഹാരിയായ കഥ. ഭാര്യയെ സുരക്ഷിത സ്ഥലത്തിറക്കി പഞ്ചറായ ടയറുമായി കടയന്വേഷിച്ച് നടന്ന സഅദിക്ക് രക്ഷകനായത് ഗോകുലായിരുന്നു. അവനെ കണ്ടോടെ ഞാൻ അവനോട് ചോദിച്ചു, എൻ്റെ വണ്ടി പഞ്ചറായിട്ടുണ്ട്, പഞ്ചറടക്കാനുള്ള കട ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ഈ കടയാണുള്ളത്, ഇതാണ് സാധാരണ വൈകി അടക്കാറുള്ളത്, പക്ഷേ ഈ കട അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തിരൂരിലേക്കാണ് എനിക്ക് പോകാനുള്ളത്, എൻ്റെ വൈഫിനെ ആ റൂട്ടിൽ നിർത്തി വരികയാണ്. ഗോകുലിൻ്റെ വണ്ടി കൊടുത്ത് ഭാര്യയെ കൊണ്ടുവരാനും അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടൽ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഗോകുൽ തൻ്റെ കൂട്ടുകാരൻ്റെ സഹായത്താൽ ടയർ മാറ്റി നൽകി മനുഷ്യപ്പറ്റിൻ്റെ പൂന്തോപ്പൊരുക്കുകയായിരുന്നു. എന്നെ കൊണ്ട് അവൻ ഒരു പണിയും ഒടിപ്പിച്ചിട്ടില്ല. എല്ലാം ടയർ മാറ്റുന്ന സമയത്ത് അങ്ങോട്ട് ചെരിക്കണം, ഇങ്ങോട്ട് ചെരിക്കണം, അതോടൊപ്പം തന്നെ ബ്രേക്ക് ശരിയാക്കി കൊടുക്കണം. അതെല്ലാം ശരിയാക്കിയതും അതിനെല്ലാം ഹെൽപ്പ് ചെയ്തിരുന്ന ഈ പ്രിയ സുഹൃത്ത് ഗോകുൽ എന്ന വ്യക്തിയാണ്. എൻ്റെ മനസ്സിൽ വളരെ അങ്ങേയറ്റം സന്തോഷം തോന്നി. അതിനുശേഷം ഞാൻ അവനക്ക് എന്തെങ്കിലും ഒരു പ്രത്യോപകരം നിരക്ക് അവൻ്റെ വണ്ടി എടുത്ത് ഞാൻ അങ്ങോട്ടും അങ്ങോട്ടും വൈഫിനെ കൊണ്ടുവരാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി എടുത്തതാണല്ലോ. കാശിനെ പറ്റി സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കാശ് വേണ്ടതില്ല, ഞാൻ അതിനു വേണ്ടിയല്ല ഈ പ്രവർത്തനം ചെയ്തത്, നിങ്ങളും ഇതുപോലെ മറ്റുള്ളവരെ കഷ്ടപ്പെടുമ്പോൾ അവനക്കും ഉപകാരം ചെയ്തു കൊടുക്കണം. സുഹൃത്തുക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നുമെല്ലാം വലിയ അഭിനന്ദനങ്ങളായിരുന്നു കിട്ടിയിരുന്നതെന്ന് ഗോകുൽ പറഞ്ഞു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഫാമിലിനാണെങ്കിലും പിന്നെ നാട്ടിലെ സുഹൃത്തുക്കളും എല്ലാവരും നല്ല നല്ല അഭിനന്ദനം എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഇത്തരം മാനുഷിക സ്നേഹം പൊതുസമൂഹത്തിൽ അറിയിച്ചാൽ പുതുതലമുറക്ക് വലിയൊരു പാഠമായിരിക്കുമെന്ന് വെച്ചാണ് റിദ്വാൻ അബൂബക്കർ അദനി തൻ്റെ ഫേസ്ബുക്കിൽ കുറിപ്പിടാൻ കാരണമായത്. ഈ സ്റ്റോറിക്ക് ഒരു പാഠമുണ്ട്, നല്ലൊരു പാഠം ഈ സ്റ്റോറിക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഈ സാധനം എന്ത് ചെയ്യാം, നമുക്ക് പുറത്തെ സമൂഹത്തിന് അറിയിക്കൽ ഒരു വലിയൊരു സമൂഹത്തിന്, ഒരു ഭൂരിപക്ഷ സമൂഹത്തിന്, പ്രത്യേകിച്ച് പുതിയ ജനറേഷന് അതൊരു നല്ല പാഠമായിരിക്കും എന്നുള്ള ചിന്തയാണ് അങ്ങനെ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം എനിക്ക് ഉണ്ടായത്. ഹബീബിനെ പ്രണയിച്ചവൾ, ഹബീബിനെ തേടി ഋതുമാരി വിരിഞ്ഞ പൂക്കൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയായ റിദ്വാൻ അദനിയുടെ എഴുത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. സാധാരണ പതിവായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതാറുണ്ട്, പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഇതെല്ലായിടത്തും സാർവത്രിക സാധാരണമായി സംഭവിക്കുന്ന സംഗതി ആയിരുന്നുവെങ്കിൽ നമ്മൾ ഇത്ര ആളുകൾ ഇത്ര ആവേശത്തോടെ ഇത് ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല. ഗോകുലിനെ പോലെയുള്ള ഹൃദയമനസ്കരയാണ് സമൂഹത്തിൽ വളർന്നു വരേണ്ടത്. ഈ പ്രത്യുപകാരത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയാണ് അഷ്കർ സഅദി രേഖപ്പെടുത്തിയത്. മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റിയ വലിയൊരു ഉപകാരമാണ് ഈ ഗോകുൽ എന്ന ചെറുപ്പക്കാരൻ, നല്ല മനസ്സിൻ്റെ ഉടമയായ ഈ ഗോകുൽ എന്ന ചെറുപ്പക്കാരൻ ചെയ്തിട്ടുള്ളത്. സുന്ദരമായ ഈ സ്നേഹത്തിന് ചുക്കാൻ പിടിച്ച ഗോകുലിനെ മഹദിൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രത്യേകം ആദരം സംഘടിപ്പിച്ചു. സഅദിയോടും ഭാര്യയോടും തൻ്റെ വാഹനത്തിൽ കയറി പമ്പിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ സഅദിയുടെ വാഹനവുമായി പതുക്കെ മുമ്പിൽ സഞ്ചരിച്ചു. അയാൾ പമ്പിൽ കൂട്ടുകാരന് കാത്തിരിക്കുന്നതിനിടെ സഅദിയോട് അദ്ദേഹത്തിൻ്റെ നാടും ജോലിയുമെല്ലാം അന്വേഷിച്ചു. വീട് തിരൂരാണെന്നറിഞ്ഞപ്പോൾ ദൂരം ആലോചിച്ച് വ്യാകുലപ്പെട്ടു. നിങ്ങളുടെ പേരെന്താ? സഅദി തിരിച്ചു ചോദിച്ചു. ഗോകുൽ. അതെ, ആ ഗോകുലാണ് സഅദിയുടെ അടുത്ത് ഇവിടെ ഇരിക്കുന്നത്.